അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്കിന്ന് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളിന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിൻചാൻ വന്നിട്ട് തെറി പറയുന്നുണ്ട്, വെറുതെ വീട്ടിൽ കുത്തിരിക്കാണ്ട് വല്ല ജിമ്മിലെങ്ങാനും പോയി എക്സർസൈസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മളാലോചിച്ചു, ശരിയാണ്, നമ്മുടെ ഷിൻചാൻ പറഞ്ഞിട്ട് ശരിയാണ്. നമുക്കിപ്പോൾ വേറെ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ സുഖ ജീവിതമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് വീട്ടിലിരിക്കേണ്ട RC ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിൻചാണെങ്കിൽ മൊത്തം കലിപ്പിൽ പറയുന്നുണ്ട്, വേഗം പോ, ജിമ്മിൽ പോ, വേഗം പോകുന്ന പറയുന്നുണ്ട് കേട്ടോ. ഈ ചെക്കനെ കൊണ്ടാണെങ്കിൽ തലയ്ക്കും തൊഴിലും തരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജിമ്മിലേക്ക് പോകാം. നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ജിമ്മ് എവിടെയാണ് ഫ്രീ ആയിട്ടുള്ളത്? നമുക്ക് എന്തായാലും നമ്മുടെ RC എടുക്കാം കേട്ടോ. നമ്മളിത് പെട്ടെന്ന് RC എടുത്ത് പോവാണ്. അപ്പോൾ നമ്മുടെ ഗാരേജിൽ RCയും വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും RC എടുത്ത് പോകാം. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നേ, ഒരു മിനിറ്റ് അതേ നമ്മുടെ RCയുടെ പവർ കണ്ട എൻ്റെ മോനെ, വിഷയം തന്നെ കേട്ടോ. അതേ നമുക്ക് അത്യാവശ്യം വീലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സെറ്റ് സാധനം എൻ്റെ മച്ചാനെ. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളാം. നമ്മുടെ RC ലവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൊരു ഹാർട്ട് ചിഹ്നം ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ്റെ പള്ളിപ്പുറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ നല്ല ഡ്രസ്സ് മേടിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ബനിയിട്ടിട്ട് തന്നെ പോവാം. അപ്പോൾ ഞാനിവിടെ പറയാൻ നിർത്തിയെന്ന് അറിയോ, നമ്മുടെ ഫ്രീ ആയിട്ട് ജിം എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലോസ് ആൻഡോസ് ബീച്ചിൽ ഒരു ജിമ്മല്ല, ഒരു എക്യുപ്മെൻറ്റ്സ് ഉള്ള സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോഡി ഫിറ്റാണ്, എന്തായാലും നമുക്ക് അവിടെ പോയി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷിൻചാൻ കുട്ടനും പറയുന്നുണ്ട് കേട്ടോ, അവന് ഡ്രസ്സും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതേ ചാവാനൊക്കെ പോയിട്ടോ. അപ്പോൾ അതേ നമുക്ക് എന്തായാലും പറയാം, ഡ്രസ്സൊന്നും വേണ്ട, അപ്പോൾ നമുക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പോകാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാണെങ്കിൽ ഓടിപ്പോയി പിണങ്ങിയിട്ട്, അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യം ജിമ്മന്മാർ ഇതേ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ പണി തരുമെന്ന് അറിയില്ല, ഇടി മേടിച്ച് തരുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഒരു മസിലി എന്ത് വർക്കൗട്ട് ചെയ്യണണ്ട. അപ്പോൾ നമ്മുടെ ഷിൻചാൻ കളിയാക്കണം, ഇത് കളി പേരെൻ്റെ ഫ്രാങ്ക്ലി മച്ചാൻ പെടയിട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ വല മേടിച്ച് തരാനുള്ള എന്തോ ഒരു സ്കീമാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിക്കട്ട മച്ചാൻ പറയുന്നുണ്ട്, നീ എന്താ നോക്കണേ, ആരാണ് അവനെ വിളിക്കുക, അവനെ ചലഞ്ചിന് വരുത്താൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ പറഞ്ഞു, ദേ നിൽക്കണ്, ഇവൻ്റെ കൂടെ ചലഞ്ച് ചെയ്താ നീ പറയണ കാര്യം ഞാൻ ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. ജയിച്ച് കഴിഞ്ഞാൽ, പക്ഷെ തോറ്റ് കഴിഞ്ഞാൽ നീ എനിക്ക് 100 രൂപ തരണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പറയണേ. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാനാണെങ്കിൽ കണ്ടിട്ട് പേടിയാവും കേട്ടോ, എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മുടെ ഇടിക്കട്ട മച്ചാനാണെങ്കിൽ അതേ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ, ഇവനെ കൊണ്ടൊന്ന് പുഷപ്പ് അടിക്കാൻ പറ്റില്ല, എന്നെക്കാളും കൂടുതൽ പുഷപ്പ് അടിക്കുകയാണെങ്കിൽ നീ ജയിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഇടി കൊള്ളേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരം കണ്ടിട്ട് അവൻ കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ പവർ എന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ്റെ ബോഡി ഇല്ല എന്നുള്ളൂ, പക്ഷെ ഭയങ്കര സ്റ്റാമിനയാണ്. എൻ്റെ പൊന്നി, ഇവൻ്റെ ഷോ നോക്കി പറഞ്ഞതില്ല കേട്ടോ, നല്ല മസിലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ തോക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ പുഷപ്പ് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ നമുക്ക് നല്ലൊരു വള്ളിയാണ് തന്നേനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ അതേ ചിരിക്കണ്ട് കേട്ടാ, മര്യാദയ്ക്ക് അവനാ ഡ്രസ്സ് മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ അതേ പണി കിട്ടി, അവനാണെങ്കിൽ ഒറ്റ ഓട്ടാണ് കേട്ടോ. അപ്പം തന്നെ പണി കിട്ടുകയും ചെയ്തു. നമ്മളെന്തായാലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം 8-8-16 പണി നമ്മുടെ ഷിൻചാൻ തന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ ഷിൻചാൻ ഇപ്പം ഇറക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നി, സീൻ തന്നെ നമ്മുടെ ഇടിക്കട്ട മനുഷ്യൻ. അപ്പോൾ നമ്മളിത് പേടിച്ച് ഓടി. അപ്പോൾ നമ്മളെ ഷിൻചാൻ എടുത്താൽ നമ്മൾ വിഷയാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് സ്കൂട്ടാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ ഇടിക്കട്ടം വെച്ചാൽ നമ്മൾ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പുഷപ്പ് ചലഞ്ച് അങ്ങനെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ കറക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ ഷിൻചാനെ. അപ്പോൾ നമുക്കിത് കണ്ടിട്ട് സഹിക്കണില്ലല്ലോ. അപ്പോൾ നമ്മളിത് എന്തായാലും നമ്മുടെ പുഷപ്പ് ചലഞ്ച് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചലഞ്ചിൽ കാണാട്ടോ എന്താ അംഗം എന്നുള്ളത്. മച്ചാൻ ദേ പിന്നാലെ വിളിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ പുഷപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ നല്ല മോട്ടിവേഷൻ ഉണ്ടാ, തിണ്ടി നമുക്ക് തന്ന പണിയാണ്. അപ്പോൾ അതേ നമുക്ക് എന്തായാലും അവനേക്കാളും കൂടുതൽ പുഷപ്പ് അടിക്കണം കേട്ടോ. എൻ്റെ പൊന്നി, നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ്റെ സ്റ്റാമിന കണ്ടാതേ പയ്യ തന്നെയായിട്ട് അടിക്കണം, അല്ലാണ്ട് വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ, ഇടിക്കട്ടൻ്റെ ഇവിടെ എല്ലാവരും ഭയങ്കര കട്ട സപ്പോർട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇടിക്കട്ട മച്ചാനെ കൂടെയാണ്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ വെറി പിടിച്ച് ചെയ്യുന്നുണ്ട്. ഷിൻചാൻ ലാസ്റ്റ് കലിപ്പായിട്ടാ, കാരണം ഇടിക്കട്ട നമ്മുടെ ഷിൻചാൻ അതേ കറക്കി എറിഞ്ഞ് കളിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത്ര ഉള്ളോ, അത് നമ്മൾ ജയിച്ചു കേട്ടോ ഗൈസ്. ഇതേ നമ്മുടെ ഇടിക്കട്ട മച്ചാൻ അനങ്ങണില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു നമുക്ക് വെയിറ്റ് കുറവുള്ള കാര്യം തോന്നുന്നുണ്ട് നമ്മൾ ജയിച്ചത് കേട്ടാ. നമ്മുടെ ഇടിക്കട്ട മച്ചാൻ അവിടെ കിടന്നു, അവൻ ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന വിചാരിച്ചില്ല കേട്ടോ. മസില് മാത്രമുള്ളൂ, വെറും കടാട്ടാ. എനിക്ക് തോന്നുന്നു നേരത്തെ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി തോന്നുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചലഞ്ച് അങ്ങനെ
ചെയ്തിട്ടുണ്ട്. നമ്മളെ ഷിൻചാൻ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഷിൻചാന് നമ്മൾ പ്രതികാരം വീട്ടിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇടിക്കച്ച മച്ചാൻ എന്തോ തെറി പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ എടുത്തിട്ടാ. അപ്പൊ നല്ല ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇടിക്കട്ട മച്ചാൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പണി തരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ അറിയില്ല, നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെന്തായാലും നമ്മുടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് വൈകുന്നേരമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ജ്യൂസ് കുടിക്കാൻ പോവാട്ടോ. ജ്യൂസ് എവിടെ? ജ്യൂസ് അതെ ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട്. നമ്മൾ വെള്ളമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ജ്യൂസ് കിട്ടിയേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ജ്യൂസ് കുടിച്ച് പോയി കിടന്നുറങ്ങാം. വയ്യാണ്ടായിട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ഓരോ പണികൾ ചെയ്തിട്ട് നമ്മുടെ ശരീരമൊക്കെ തളർന്ന് പോയിട്ടാ. നമുക്കാണെങ്കിൽ തിന്നാനും കുടിക്കാനും വയ്യ, പിന്നെ ദാഹിച്ചിട്ടാണ് കുടിക്കണേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇനി ഉറങ്ങാൻ പോവാം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. വയ്യാണ്ടായി മേലും താലൊക്കെ വേറെടുക്കുന്നുണ്ട് കേട്ടാ. അത്യാവശ്യം നമ്മൾ ഇടിക്കട്ട മച്ചാൻ്റെ ഇവിടെ നിന്നിട്ടുണ്ട്. ഇടിക്കട്ട മച്ചാനാണെങ്കിൽ ആകെ എന്തോ പോലെ കേട്ടാ. അയാൾക്ക് ആകെ വിഷമമായി തോന്നുന്നുണ്ട്. മിക്കവാറും നമുക്കൊരു പണി തരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടാ. അല്ല ഗൈസ്, നമ്മുടെ പിറ്റേ ദിവസമായിട്ടാ. ഞാൻ ഇതെന്തൊരു വെയിറ്റ് കുറവല്ലേ, ഞാൻ വെറുതെ പറയണു, പ്രാങ്ക് ആക്കിയതാട്ടെ നിങ്ങളെ. അല്ല ഇതെന്ത്, അയ്യോ ഇതാരത്? എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ പൊന്ന് നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ്റെ ഇതെല്ലാം ഇട്ടാ. ഇതെന്തൊരു സംഭവം? അയ്യോ ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിട്ട്. നമ്മളിത് ജ്യൂസ് കുടിച്ച് കിടന്നപ്പോഴേക്കും നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ ഈ രൂപത്തിലായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടിക്കട്ട മച്ചാൻ എന്തോ പണി തന്നിട്ടുണ്ട് കേട്ടാ. എൻ്റെ പൊന്നെ പ്രശ്നമായില്ലോ അത്. നമുക്കിനി എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോട്ടാ. നമ്മളെ കൊണ്ട് ഓടാൻ കുഴപ്പമില്ല. തല കറങ്ങി വീഴാവോ, കോല് പോയില്ലായെന്നൊക്കെ പറയില്ല, അതുപോലെ ആയിട്ടാ നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാ. കേറ്. അയ്യേ ഇത് ഭയങ്കര ക്രിഞ്ചാണ് കേട്ടാ. എൻ്റെ പൊന്ന് ഗൈസ്, അത് എൻ്റെ കാല് കണ്ട. അയ്യേ ഇതെന്താ നമ്മുടെ ഫ്രാങ്ക്ലി ഇങ്ങനെ? ഞാൻ ആദ്യം കണ്ടാ നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ ഇങ്ങനെ കോല് പോലെ കാണാം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ഇട്ടോളോ. എൻ്റെ പൊന്നി, നമ്മുടെ ഫ്രാങ്ക്ലിന് ഒരു ഊതിയൊക്കെ പറന്ന് പോട്ട് അതെങ്ങനെയും ബൈക്കൊക്കെ ഓടിക്കണാവോ. എൻ്റെ പൊന്നു ഗൈസ്, നമ്മളങ്ങനെ ലോസ് ആൻഡോസിൽ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് അന്നായി എന്തിട്ടുണ്ടായേ. എൻ്റെ പൊന്നെ, ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മൾ കോല് പോലെ ആയിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു അത്യാവശ്യം സീരിയസ് ആണ്, എന്നാലും കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളൊക്കെ തരാം. എന്നാലും ഭയങ്കര അത്ഭുതമാണ് കേട്ടാ. ഇതെങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം എന്തായാലും ഒബ്സർവേഷനിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കിടക്കാട്ടാ. അപ്പൊ ഇത്രയുള്ള ഗൈസ്, ഇതാണ് ശരിക്കുള്ള ഗൈസ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് ബൈ ബൈ.